ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ ടൂറാണ്. അതായത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു 1-2 മാസമൊക്കെ ആയിട്ടാ ഈ വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ വേറെ എന്തൊക്കെയോ തിരക്കുകൾ കാരണം എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ, കിച്ചൺ കാണിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടേനു, അതൊന്ന് ആ ഒരു കിച്ചൺ ഒന്ന് കാണിക്കുമോ, അതിൻ്റെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇൻഷാല്ലാ നമുക്കിപ്പോൾ അത് കാണാം. ഇതാ ഈ ഫാമിലി ലിവിങ് ഹാളിൻ്റെ അടുത്ത് നിന്നാണ് കിച്ചണിലേക്കുള്ള ഈ ഒരു ഡോർ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് കിച്ചൺ കണ്ടു നോക്കാം. മെയിൻ കിച്ചണാണ് കേട്ടോ ഇത്. അപ്പോൾ മെയിൻ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ എന്ന് പറയാം. അതുപോലെ തന്നെ എനിക്ക് ഈ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, പയ്യാരം ഇങ്ങനെ ഒരുപാടാക്കി വാരി വലിച്ച് ചെയ്യാണ്ട് ഒരു നല്ലൊരു സിമ്പിൾ ലുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ. കാരണം നമ്മൾ ഒരുപാട് കിച്ചൺ ഇങ്ങനെ കണ്ടതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഈ കിച്ചണിൽ ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അതായത് കിച്ചൺ കബോർഡും ആ ഒരു ഫ്ലോറിങ്ങിൻ്റെ കളറും മൊത്തത്തിലായിട്ട് നല്ല മാച്ചിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വെളിച്ചം കിട്ടുന്ന കളറും കൂടിയാണ് കിച്ചണിന്. നമുക്കൊന്ന് കിച്ചൺ കബോർഡിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഐവറി കളറാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, കൗണ്ടർ ടോപ്പിനായിട്ട് സീസർ സ്റ്റോണാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ കിച്ചൺ കബോർഡ്സൊക്കെ ആക്രിലിക് ഫ്ലോട്ടഡ് ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഫ്ലോറിങ് ഇറ്റാലിയൻ മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇൻബിൽറ്റഡ് ഓവനും പിന്നെ ഈ ഒരു നമ്മൾ ക്രോക്കറി ഷെൽഫ് പോലെ ആ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഓപ്പൺ സ്പേസിലൊക്കെ നല്ല നല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പ് കിച്ചൺ തന്നെ പറയാം. പിന്നെ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണ് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കി വെക്കുന്നോ അതിന് എന്താ പറയുക, ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് തോന്നും അല്ലേ. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെ ഇരിക്കും. എനിക്ക് ഈ ഒരു കിച്ചൺ അങ്ങനെയാണ്, ഭയങ്കര നീറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് അവിടെ ഇവിടെ ഒന്നും പിന്നെ വാരി വലിച്ചിടോ ഒന്നും ചെയ്യാണ്ട് ഭയങ്കര നീറ്റായിട്ട് സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല അത്. വലിയ വീടും ഭയങ്കര രസമുള്ള കിച്ചണൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം, അത് നല്ല വൃത്തിക്കതിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂല, അതൊരു രസവും ഉണ്ടാവില്ല കാണാനല്ലേ. ഇവിടെ ബോഷിൻ്റെ 4 ബർണർ ഇൻഡക്ഷൻ ഹോബാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടുത്തെ കിച്ചൺ സിങ്ക് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഗോൾഡൻ കളറിലുള്ള കിച്ചൺ സിങ്കാണ് വെച്ചേക്കുന്നത്. അത് ബ്രാസിൻ്റെ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് വർക്കാണ് കേട്ടോ. അതായത് കിച്ചൺ കബോർഡ്സ് ഒക്കെ ചെയ്തത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. എവിടെയും ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാതെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നമ്മുടെ പെണ്ണുങ്ങന്മാർക്ക് അത് കാണാനുള്ള ഒരു ആകാംക്ഷ കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അങ്ങനത്തെ പാത്രം വാങ്ങിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് ചെയ്യണം എന്നൊക്കെ നമുക്ക് നല്ല ഐഡിയാസും കിട്ടുന്നത് അല്ലേ. ഞാൻ ഇതിന് മുമ്പ് ഒരു കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഇപ്പോഴും കമൻറ്റ്സ് വരുന്നുണ്ട്, അവർ ആ പാത്രം എവിടുന്ന വാങ്ങിച്ചേ അല്ലെങ്കിൽ ഇത് എവിടുന്ന കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. കാരണം മറ്റുള്ളവർക്ക് ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അതുപോലെ നമ്മൾ കബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു ഓപ്പൺ സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് നല്ല എന്താ പറയുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണാനൊരു രസമല്ലേ അല്ലേ. ഈ ഒരു കപ്പിന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു കിച്ചണിലേക്ക് നോക്കുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതിന് പറ്റിയൊരു കളറും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ നമ്മുടെ കുക്ക് വെയർ സെറ്റൊക്കെ നല്ല സെറ്റപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവരോട് സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും നല്ല സെറ്റപ്പായിട്ട് ഉണ്ട് കേട്ടോ. അത് പാത്രങ്ങൾ അവിടെ ഇവിടെ മുട്ടി കലവരാനോ പിടിക്കാനോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് വെക്കാൻ പറ്റും അല്ലേ.
ഇനി നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ അവിടത്തേക്കുള്ള ഡോറാണിത്. നല്ല ലോങ് സൈസിലുള്ള കിച്ചണാണിത്. അതായത് എന്നാൽ പിന്നെ സ്പേസ് കുറവൊന്നുമില്ല കേട്ടോ, ഒരുപാട് വീതിയില്ലെങ്കിലും നല്ല ലെങ്തി ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിങ്ങിന് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് കൊടുത്തിന്. പിന്നെ എന്താ പറയുക, കിച്ചൺ കബോർഡ്സൊക്കെ നമ്മുടെ മെയിൻ കിച്ചണിലുള്ള അതേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിനും സീസർ സ്റ്റോൺ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ടോപ്പിനായിട്ട് അതിന് ഇറ്റാലിയൻ മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഭംഗിയുള്ള 3 ചെയറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലാണ് ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ഭാഗത്തേക്കായിട്ട് അങ്ങ് പോയി ആ ഒരു ടേബിൾ. നമുക്ക് സ്ഥലം വേസ്റ്റ് ആകുന്നില്ല എന്നർത്ഥം. പിന്നെ ഇവരുടെ മെയിൻ കിച്ചണേക്കാട് ഒന്നുകൂടി എനിക്കിഷ്ടമായത് ഈ ഒരു വർക്ക് ഏരിയ ആണ് കേട്ടോ. ഒരു കുഞ്ഞ് വർക്ക് ഏരിയ കാണുമ്പോൾ നമുക്കത് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിലും അവിടെ എല്ലാം പരമാവധി നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ ഭാഗം ഓരോ ഏരിയയും അത് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ നല്ല ക്രോക്കറി ഷെൽഫ് വേറെ, ഇതുപോലെ നമ്മളെ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ഷെൽഫ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, എല്ലാം ഓപ്പൺ ആക്കിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ട കൗണ്ടർ ടോപ്പിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ വാളിനും കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ളൊരു ഗ്രീൻ കളർ അല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ടോട്ടലി ആ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അതിന് അവിടെ ഒരു വിൻഡോ ഉണ്ട്, അതിന് നല്ല വൈറ്റ് കളറിലുള്ള കേട്ടൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഗ്യാസ് സ്റ്റോവ് 5 ബർണറുള്ള ഗ്യാസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂമും കൂടിയും കൊടുത്തിട്ടുണ്ട്. അവിടത്തേക്കുള്ള ആ ഒരു ഡോറാണ് ഇത്, കണ്ടില്ലേ, നമ്മുടെ കിച്ചൺ കബോർഡിൻ്റെ സംഭവം ചെയ്ത് അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് അവിടെ ഒരു ചെറിയൊരു ഡോറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും കബോർഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓമനത്തുള്ളൊരു കുഞ്ഞു സ്റ്റോർ റൂം തന്നെ വേണം പറയാം കേട്ടോ. നല്ല നീറ്റാണ് ഇവിടുത്തെയൊക്കെ. അതായത് സ്റ്റോർ റൂമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ഇട്ടിട്ടൊന്നുമില്ല, എല്ലാം നല്ല അടുക്കി പെറുക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേങ്കിൽ പൊതുവേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര സന്തോഷമല്ലേ. കിച്ചണിലെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ടെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു പൊടി പോലും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ഭയങ്കര നീറ്റായിട്ട് വെക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നത്. സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സ്റ്റോറേജ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗം പോലും വെറുതെ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു കിച്ചണിൽ എല്ലാ ഭാഗവും ഓരോ കാര്യത്തിനായിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇനി ഇവിടെ ഈ കബോർഡിൻ്റെ അകത്ത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, അതുപോലെ ദോശക്കല്ല്, റോട്ടിക്കല്ല്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, പുതിയ വീടെടുത്ത് കൂടാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ എല്ലാം കണ്ടാൽ ഉപകാരപ്പെടും. അതായത് നമുക്ക് പെട്ടെന്ന് അതൊന്നും മൈൻഡിൽ വരില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ കബോർഡിൽ നിന്ന് അലങ്കോലായിട്ട് പാത്രങ്ങളൊന്നും കിടക്കൂലല്ലോ, നല്ല നീറ്റായിട്ട് വെക്കാമല്ലോ. ഇനി ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കുക്ക് വെയർ സെറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനി ഇതാ ഇവിടെയാണ് ലോണ്ട്രി ഏരിയ. അതായത് നമുക്ക് വാഷിംഗ് മെഷീനും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് കിണർ കേട്ടോ. കിണറിനേക്കുള്ളൊരു ഡോറാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേയായി ആൾക്കാരധികമൊന്നും ഇപ്പം അങ്ങനെ കിണറാകുന്നില്ലല്ലോ അല്ലേ, അധികവും കുഴൽക്കിണർ. പക്ഷെ കിണറിന് വെള്ളം വലിച്ച് കുടിക്കുന്നതിൻ്റെ ആ ഒരു സുഖം വേറെ തന്നെയാണല്ലേ. നല്ല രസമുള്ള തൊട്ടിയും കയറൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. കിണറിലും നല്ല ഗ്രില്ലിട്ടിട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒട്ടും പൊടികളോ കാര്യങ്ങളൊന്നും കിണറിലേക്ക് ചപ്പും കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സേഫാക്കി വെച്ചിട്ടുണ്ട്. നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു കിണർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ട. ഇവിടെ നമുക്ക് ചൂലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ആ ഒരു ഏരിയ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മളെ
സർഫും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതുപോലെ അതാ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി എടുത്ത് പറയുകയാണ് ഇവർ ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ നമുക്ക് അലക്കാനുള്ള തുണിയും അലക്കി കഴിഞ്ഞ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാനുണ്ട് ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ടോ, അതും അടിപൊളിയാണല്ലേ. അപ്പോൾ എന്താ പറയുക, പുതിയ വീടെടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ജസ്പിസ് കിച്ചൻ എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോടെ ചെയ്യണേ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.